ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വനിത ബാബുരാജ്. വനിതാസ് കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു മീൻകറി വെച്ചാലോ? അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ പാചകമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്നൊരു മീൻകറി വയ്ക്കാം. അപ്പോൾ പുഴമീൻ കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം കേട്ടോ. 1 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഒരു സവാള നീളത്തിലരിഞ്ഞ്, 2 തക്കാളി നീളത്തിലരിഞ്ഞ്, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, പുളി കേട്ടോ. കുടംപുളിയാണ് വെള്ളത്തിട്ടിട്ടുള്ളത്. സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടിയിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുത്തു. അപ്പം പൊട്ടി നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വഴന്ന് വരണം കേട്ടോ, പച്ചമണം മാറണേ. അത് ഇട്ട് ഇനി പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ്ട് കുടംപുളി ഇട്ടു. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുടംപുളിയുടെ വെള്ളം കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ അതൊന്ന് ഉപ്പിട്ടിട്ട് നമുക്ക് തിളയ്ക്കാൻ വെക്കാം. പാകത്തിന് ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ദാണ്ട വെട്ടി തിളച്ചൊന്ന് ഇനി മീനിടാം കേട്ടോ. മീനൊക്കെ പറക്കിയിട്ടിടാം. പുഴമീൻ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ മീൻ കറിയൊക്കെ. അപ്പോൾ ദാണ്ട ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ മീനൊന്ന് അടച്ച് വെച്ച് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നല്ല വെന്ത് വരുന്ന മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. നമുക്കത് ആയിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഈ തിളയൊന്നും ഇതാകുമ്പോഴത്തെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് 2 മിനിറ്റ് വെക്കാം. അതാണ്ട് മീൻകറി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതാണ്ട് നല്ല നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എൻ്റെ ഇലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൂട് ചോറും ചൂട് മീൻകറിയും കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് കഴിച്ച് നോക്കണ്ടേ. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും വരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ചൂടുള്ള ചോറാണേ. മീൻകറി ചൂടുള്ള മീൻകറി. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഒരു മീനൊക്കെ ഇട്ട് നമുക്ക് മെല്ലെ കഴിച്ച് വെക്കാം. ചൂടായതുകൊണ്ടാണ് കേട്ടോ. നല്ല ചൂടാണ്. നമുക്ക് പതുക്കെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. ഓക്കെ, ബൈ. ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. എല്ലാവർക്കും കഴിക്കാൻ തന്ന മീൻകറിയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.